ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്ന് പഠിച്ചു. സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വെർബ്, പ്രെഡിക്കേറ്റ് ഈ കാര്യങ്ങളും പഠിച്ചു. ഇന്നത്തെ ചാപ്റ്റർ ടെൻസസ് ആണ്. എന്താണ് ടെൻസ്? നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ടെൻസിന് ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞാൽ ടെൻസ് ഈസ് നത്തിങ് ബട്ട് ടൈം. ടൈം ആണ് ടെൻസ്. പ്രധാനമായും ഇംഗ്ലീഷിൽ 3 ടെൻസുകളാണ് ഉള്ളതെന്ന് പറയാം. മെയിൻലി വി ക്യാൻ സേ ദാറ്റ് ടെൻസസ് ആർ 3. One is present, second past, third future. There are 3 tenses in English. Mainly we can say that. So how many tenses are there in English? We can say mainly there are 3 tenses. That is present, നടക്കുന്ന കാലം, ഇന്ന് എന്ന് പറയാം. പാസ്റ്റ്, ഇന്നലെ. ഫ്യൂച്ചർ, നാളെ അഥവാ വരാൻ പോകുന്ന കാര്യം. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം, ഇന്നത്തെ കാര്യം, വർത്തമാനകാലം. കഴിഞ്ഞുപോയ കാര്യം, ഭൂതകാലം, വരാൻ പോകുന്ന കാലം, ഭാവി കാലം. അങ്ങനെ ഇംഗ്ലീഷിൽ പ്രധാനമായും 3 ടെൻസുകൾ ഉണ്ട്. ഓരോ ടെൻസിനെയും 4 ആക്കി തിരിച്ചിട്ടുണ്ട്. 1 സിമ്പിൾ, 2 കണ്ടിന്യൂസ്, CONTINUOUS, കണ്ടിന്യൂസ്. then perfect, perfect continuous. ഓരോ ടെൻസിനും സിമ്പിൾ ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്, പെർഫെക്റ്റ് ഉണ്ട്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ പ്രസന്റിന് ഒരു സിമ്പിൾ ഉണ്ട്, പ്രസന്റിന് ഒരു കണ്ടിന്യൂസ് ഉണ്ട്, പ്രസന്റിന് ഫ്യൂച്ചർ ഉണ്ട്, പ്രസന്റിന് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്. ഒന്നാമത്തെ ടെൻസിന്റെ പേര് പ്രസന്റ് സിമ്പിൾ എന്നല്ല ഇംഗ്ലീഷുകാർ പറയാറ്, സിമ്പിൾ പ്രസന്റ്. രണ്ടാമത്തെ ടെൻസ് പ്രസന്റ് കണ്ടിന്യൂസ്, then comes present perfect and present perfect continuous. Thus we can say that there are 4 present tenses in English. Simple present, present continuous, present perfect, present perfect continuous. Thus we can say that there are 4 present tenses in English. At the same time we can say simple past, past continuous, past perfect and past perfect continuous. There are 4 past tenses. Same time simple future, future continuous, future perfect, future perfect continuous. Totally we can say that there are 12 tenses in English. Mainly 3 tenses, but we consider all the subdivisions of the tenses. We can say that 12 tenses in English. ഒന്ന് പറഞ്ഞു നോക്കി, ഏതൊക്കെയായിരിക്കും 12 tenses? സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, past perfect continuous. Then comes future, simple future, future continuous, future perfect, future perfect continuous. Thus we can say that 12 tenses in English. ആദ്യം നമ്മൾ 12 ടെൻസുകളുടെയും പേര് പറഞ്ഞ് പഠിക്കണം. 8th ഒരു 6th നമ്മൾ പഠിക്കുന്ന കാര്യമാണിത്. 12 ടെൻസുകളുടെയും പേര്. സിമ്പിൾ 3 എണ്ണമുണ്ട്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. കണ്ടിന്യൂസ്, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. പെർഫെക്റ്റ്, present perfect, past perfect, future perfect, perfect continuous,
present perfect continuous, past perfect continuous, future perfect continuous. അപ്പോൾ നമുക്ക് 12 ടെൻസുകളുടെയും പേരറിയാലോ. ഓക്കെ, നല്ലോണം ഒന്ന് പറഞ്ഞു നോക്കണം. എത്ര പെർസെന്റ് ഉണ്ടാവും? 4, പാസ്റ്റ് 4, ഫ്യൂച്ചർ 4. ഈ ടെൻസുകൾ ഇംഗ്ലീഷിൽ ആകെ 12 ടെൻസുകളേ ഉള്ളൂ. നമ്മൾ ഏത് സെന്റൻസ് ഈ ലോകം മുഴുവൻ നോക്കിയാലും ഈ ടെൻസുകളിൽ ഏതെങ്കിലും ഒരു ടെൻസിലായിരിക്കും അത്. ഇനി ഒരു സെന്റൻസ് ഒരു ടെൻസിൽ എങ്ങനെ എഴുതാം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ന് നമുക്ക് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, ഇത് സിമ്പിൾ ടെൻസുകൾ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് ആദ്യം സബ്ജക്റ്റ് എഴുതണം, പിന്നെ വേർബിന്റെ എസ് ഫോം അല്ലെങ്കിൽ ബേസ് ഫോം, എന്നാൽ V1 പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ്. ഇതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഫോം. ആദ്യം സബ്ജക്റ്റ് എഴുതണം, പിന്നെ എസ് ഫോമോ ബേസ് ഫോമോ ശരിയായത് സെലക്ട് ചെയ്ത് എഴുതണം. അത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് എഴുതണം. അത് കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എഴുതാം. അപ്പൊ ഈ സബ്ജക്റ്റിന്റെ ഭാഗം എന്തൊക്കെ വരാം, എന്തിനെ കുറിച്ചൊക്കെ നമുക്ക് പറയേണ്ടി വരാം? എന്നെ കുറിച്ച് പറയേണ്ട വരാം, നിന്നെ കുറിച്ച് പറയേണ്ട വരാം, ഞങ്ങളെ കുറിച്ച് പറയേണ്ട വരാം, നിങ്ങളെ കുറിച്ച് പറയേണ്ട വരാം, അവനെ കുറിച്ച് അവളെ കുറിച്ച് അവരെ കുറിച്ച് പറയേണ്ട വരാം, അതിനെക്കുറിച്ചോ അവയെക്കുറിച്ചോ ഇതിനെക്കുറിച്ചോ ഇവയെക്കുറിച്ചോ പറയേണ്ട വരാം, ലോകത്തുള്ള ആരുടെയെങ്കിലും പേരെടുത്തു പറഞ്ഞ് അവരെ കുറിച്ച് പറയേണ്ട വരാം. ഇതൊക്കെയാണ് സബ്ജക്റ്റ്. വേറൊന്നും സബ്ജക്റ്റ് ആയിട്ട് വരാനില്ല. സബ്ജക്റ്റ് എന്തൊക്കെയാ? I, we, you, he, she, they, it, this, these, that, those, പിന്നെ ലീല, റാണി, മീന, രവി, രാജു, എക്സെട്ര, നെയിംസ് ഓഫ് പേഴ്സൺസ്. അപ്പൊ നമുക്ക് പറയാം, ആദ്യം നമ്മൾ സബ്ജക്റ്റ് പറയണം, പിന്നെ എസ് ഫോമോ V1 സെലക്ട് ചെയ്ത് പറയണം, പിന്നെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പറയണം, ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. എക്സാമ്പിൾ, ഇപ്പോൾ സബ്ജക്റ്റ് I, we, you, they, അതായത് പ്ലൂരൽ സബ്ജക്റ്റുകൾ, മോർ ദാൻ വൺ. പ്ലൂരൽ സബ്ജക്റ്റുകൾ പറഞ്ഞാൽ ഇംഗ്ലീഷുകാർ V1 തന്നെ പറയും. സിംഗുലർ സബ്ജക്റ്റുകൾ പറഞ്ഞാൽ എസ് ഫോം പറയും. എന്നാൽ ഐക്ക് ഒരു പ്രത്യേക പരിഗണന അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഐ സിംഗുലർ ആണെങ്കിലും ബേസ് ഫോം V1 തന്നെ ഉപയോഗിക്കണം. ഉദാഹരണത്തിന്, ഞാൻ മാങ്ങ തിന്നുന്നു. I eat a mango. അപ്പം ഞാൻ മാങ്ങ തിന്നുന്നു എന്നതിന് I eat mango എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. എന്നാൽ അവൻ മാങ്ങ തിന്നുന്നു എന്നാണെങ്കിൽ he eat അല്ല, he സിംഗുലർ സബ്ജക്റ്റ് ആണ്, eats എന്ന് പറയണം. He eats a mango. അവർ, they, ഇങ്ങോട്ട് വരുന്നു. അവർ ഇങ്ങോട്ട് വരുന്നു. They come here. ഇവിടെ വരുന്നു എന്നതിന് 2 ഇംഗ്ലീഷ് വാക്കുണ്ട്, മലയാളികൾ ഒന്നേയുള്ളൂ. എന്നാൽ ഇംഗ്ലീഷുകാർക്ക് 2 വാക്കുണ്ട്. കം എന്ന വാക്കും കംസ് എന്ന വാക്കും അവർ വരുന്നു എന്നാണ് പറയുക. കം സിംഗുലർ, കം പ്ലൂരൽ ആണെന്നും കംസ് സിംഗുലർ ആണെന്നും മനസ്സിലാക്കണം. S form of the verb means singular form of the verb. ഒരു വെർബിന് 5 ഫോമുകളാണ് ഉള്ളത്: V1, V2, V3, S form and ing form. അതിന് ചിലപ്പോൾ ചില ഗ്രാമർ ടെസ്റ്റുകളിൽ V4, V5 എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒന്നല്ല ഓർക്കണം, V1, V2, V3. Then S form comes ing form. 5 ഫോമുകളാണ് ഉള്ളത്. ഓക്കെ,
അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസന്റിന്റെ കൂടെ എന്താണ് ഉപയോഗിക്കേണ്ടത്? സബ്ജക്റ്റ് കഴിഞ്ഞാൽ വേർബിന്റെ എസ് ഫോം അല്ലെങ്കിൽ V1, അത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് പ്ലസ് ബേസ്. ഇനി ഒരു 5 സെന്റൻസ് മലയാളത്തിൽ ഞാൻ പറയാം, നിങ്ങൾ അതിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ ശ്രമിക്കാം. രാജു പാല് കുടിക്കുന്നു. രാജു പാൽ കുടിക്കുന്നു. ഇവിടെ ക്രിയാഭാഗം കുടിക്കുന്നു എന്നാണ്. ഇംഗ്ലീഷിൽ കുടിക്കുന്നു എന്നതിന് 2 വാക്കുണ്ട്, ഡ്രിങ്കും ഉണ്ട്, ഡ്രിങ്ക്സും ഉണ്ട്. അപ്പോൾ രാജു സബ്ജക്റ്റ് എഴുതി, പിന്നെ കുടിക്കുന്നു എന്നതിന് ഡ്രിങ്കും ഉണ്ട്, ഡ്രിങ്ക്സും ഉണ്ട്. രാജുവിന് ഏതായിരിക്കും ശരി? രാജു സിംഗുലർ ആണ്. Then comes S4. രാജു drinks milk. ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നു. ഇതിനെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റണം. മലയാളികൾ പറയാ ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നു. ഇംഗ്ലീഷുകാർ പറയാ ഞാൻ പോകുന്നു ഡൽഹിയിലേക്ക്. അപ്പോൾ ഞാൻ എഴുതി, പോകുന്നു എന്നതിന് 2 വാക്കുണ്ട്, ഗോയുമുണ്ട്, ഗോസുമുണ്ട്. സബ്ജക്റ്റ് ഐ ആയതുകൊണ്ട് ഗോയെ ഉപയോഗിക്കാറുള്ളൂ. ഐ ഗോ ടു ഡൽഹി. I go to Delhi. ലീല ബൈബിൾ വായിക്കുന്നു. ലീല ബൈബിൾ വായിക്കുന്നു. ഇംഗ്ലീഷുകാർ എങ്ങനെ പറയും? ലീല വായിക്കുന്നു ബൈബിൾ. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ കൊണ്ടുപോകാം. ലീല വായിക്കുന്നു. വായിക്കുന്നു എന്നതിന് 2 വാക്കുണ്ട്, റീഡും ഉണ്ട്, റീഡ്സും ഉണ്ട്. ബൈബിൾ. ഇതിൽ ലീല റീഡ് ബൈബിളാണോ, ലീല റീഡ്സ് ബൈബിളാണോ ശരി? മക്കളെ ഓർക്കണം, ലീല സിംഗുലർ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് എസ് ഫോം തന്നെ ഉപയോഗിക്കണം. ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് വരിക. ലീല റീഡും റീഡ്സും വരും, നിങ്ങളോട് സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ ലീലയുടെ കൂടെ റീഡ്സ് ദ ബൈബിൾ ആണ്. എന്നാൽ ഞങ്ങൾ ബൈബിൾ വായിക്കുന്നുവാണെങ്കിലോ, വി read the Bible. എന്താ പ്രത്യേകത? വി പ്ലൂറൽ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് റീഡ് ഉപയോഗിക്കണം. ലീല സിംഗുലർ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് റീഡ്സ് ഉപയോഗിക്കണം. അപ്പോൾ എന്താണ് സിമ്പിൾ പ്രസന്റ് എന്ന് മനസ്സിലായില്ലേ? സബ്ജക്റ്റിന്റെ കൂടെ എസ് ഫോമോ ബേസ് ഫോമോ ചേർത്ത് ഒബ്ജക്റ്റ് പറയണം. ഓക്കെ, അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഫോം പറയാൻ പറഞ്ഞാൽ എന്താ പറയാ? സബ്ജക്റ്റ് പ്ലസ് എസ് ഫോം ഓർ ബേസ് ഫോം ഓഫ് ദ verb. ബേസ് ഫോം മീൻസ് V1 പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ഡേഷ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ആപ്പിൾ തിന്നുന്നു. ഐ ഈറ്റ് an apple. ഞങ്ങൾ ഒരു ആപ്പിൾ തിന്നു. വി ഈറ്റ് an apple. രാജു ഒരു ആപ്പിൾ തിന്നു. രാജു നോട്ട് ഈറ്റ് but eats an apple. He eats an apple. She eats an apple. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ എസ് ഫോം പറയണം, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ V1 പറയണം, പിന്നെ എല്ലാ സെന്റൻസിനെയും പോലെ പിന്നെ ഒബ്ജക്റ്റ് പറയണം, പിന്നെ എക്സ്, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. അപ്പോൾ നമ്മൾ ടെൻസ് എന്താണ്, 12 ടെൻസുകൾ ഏതൊക്കെയാണ്, അതിൽ സിമ്പിൾ പ്രസന്റ് ഇന്ന് എന്താണ് നമ്മൾ പറഞ്ഞു. ബാക്കി ടെൻസുകൾ അടുത്ത ക്ലാസ്സിൽ പറയാം.
നോട്ട് നിങ്ങൾക്ക് ഞാൻ എഴുതി വിട്ടു തരുമ്പോൾ എഴുതിയാൽ മതി, കാര്യങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, താങ്ക് യു.